ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോഴേ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് വേറെ ഉണ്ടാക്കണ്ട. മുതിർന്നവർ കഴിക്കുന്നതോടൊപ്പം കുട്ടികളും കഴിക്കും. ഷുഗർ പേഷ്യൻസിനാണെങ്കിൽ ഹെൽത്തിയാണ്, ഗോതമ്പ് പൊടിയാണ്, ശർക്കരയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാം. ഹായ്, നമ്മൾ സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും കഴിക്കുന്ന പോലെ തന്നെ ഷുഗറുകാർക്കും കഴിക്കട്ടോ. അതിനുള്ള ഒരു കിടില റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഗോതമ്പ് പൊടി എടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇലയിൽ പരത്താൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിനനുസരിച്ച് കുഴച്ചെടുക്കുക. കുഴച്ച് നല്ല സോഫ്റ്റായി കിട്ടുന്നത് പോലെ കുഴയ്ക്കുക. നമുക്ക് പരത്തുമ്പോൾ വളരെ സ്മൂത്തായിട്ട് ഇലയിൽ അങ്ങനെ ഇരിക്കണം. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ട് പരത്തുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പരത്താനും പറ്റും. അതേപോലെ നമ്മൾ ചുട്ട് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും. ഇതിന് ഈ ഒരു അടയ്ക്ക് ടേസ്റ്റ് നാടൻ ഗോതമ്പ് പൊടി കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഈ ഒരു അടയ്ക്ക് ടേസ്റ്റ് കിട്ടുക. ഈ ഒരു പലഹാരം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശർക്കര യൂസ് ചെയ്യുന്നതുകൊണ്ട് ഷുഗറുകാർക്കും ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യാം. ഒപ്പമുള്ളത് ഗോതമ്പ് പൊടിയല്ലേ, ശർക്കരയുടെ അളവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ദേ ഈ ഒരു പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇല കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ആ ഇലയ്ക്ക് ആവശ്യമായ മാവ് എടുത്തിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. പരത്തുമ്പോൾ എന്തായാലും കയ്യിലൊട്ടി പിടിക്കും. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് ശുദ്ധമായ വെള്ളം കുറച്ചെടുത്ത് വെച്ചിട്ട് അതിൽ തൊട്ടിട്ട് പരത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഞാനിവിടെ കനം കുറച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. ഒരുപാട് കനം കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് പോവും. അതേപോലെ കടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഒരുപാട് കനം കുറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചാൽ നീളുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അതിനാവശ്യമായ കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് ഞാനിത് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഗോതമ്പിൽ തേങ്ങ ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ ശർക്കര ഞാൻ പൊടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ പൊടിച്ചു കൊടുന്ന ശർക്കര ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഒരു കവറിലിട്ടിട്ടോ അങ്ങനെ കല്ല് വെച്ചിട്ട് നന്നായി പൊടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് എടുത്തിട്ട് ഇതുപോലെ സ്മൂത്താക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. സ്പൂണിലൊക്കെ ഇട്ടുമ്പോൾ അവിടെ ഇവിടെയും കട്ട പിടിക്കും. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് കയ്യിൽ ഇങ്ങനെ വെതറി കൊടുക്കാം. അപ്പോൾ എല്ലായിടയ്ക്കും മധുരം എത്തും. അരിയുടെ അട ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശർക്കര തേങ്ങയും കൂടെ വിളയിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ. അതേപോലെ തന്നെ ഗോതമ്പടയിൽ ഇതുപോലെ വിളയിക്കണം എന്നില്ല കേട്ടോ. ഇതുപോലെ ശർക്കര നേരിട്ട് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ശർക്കര വിളയിച്ചെടുക്കാനുള്ള സമയമൊന്നും കളയണ്ട. പെട്ടെന്ന് തന്നെ പൊടി ചൂടുവെള്ളത്തിൽ കുഴയ്ക്കണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ കുഴച്ചെടുത്ത് ഇതേപോലെ ശർക്കര പൊടിച്ച് തേങ്ങയും ചെരുകിയിട്ട് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പട ഉണ്ടാക്കിയെടുക്കാം. അതുമാത്രമല്ല ഈ പഞ്ചസാര കഴിക്കുന്നതിനും എത്രയോ ബെറ്ററാണ് നമ്മൾ ശർക്കര യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഷുഗർ പേഷ്യൻസിനും കഴിക്കാവുന്ന രീതിയിൽ ശർക്കര ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ പ്രത്യേകം പറയുന്നത് ശർക്കര പൊടിച്ചിട്ടാൽ മതി, നമ്മൾ വിളയിക്കണമെന്നില്ല. ഈ ഗോതമ്പടയ്ക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അട ചുട്ടെടുക്കുകയും ചെയ്യാം. കഴിക്കാനായിട്ട് ആ നേരം കൊണ്ട് അല്പസമയം കൊണ്ട് തന്നെ നമുക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അട ചുട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേന് നേരാവും എന്ന് തോന്നണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ചുട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആ ശർക്കര എല്ലാവിടേക്കും അലിഞ്ഞ് ആ ടേസ്റ്റിൽ കിട്ടുള്ളൂ. പുഴുങ്ങുമ്പോൾ വേറൊരു ടേസ്റ്റാണ്, പക്ഷേ ചുടുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം പൊളിച്ച് കാണിച്ചു തരാം. ശർക്കര നോക്ക് എല്ലാവിടേക്കും ഇങ്ങനെ പകർന്ന്, അതായത് പരന്ന് കറക്റ്റായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടിയിലെ ശർക്കര പൊടിച്ചിട്ടിട്ട് അട ചുട്ടിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. പഞ്ചസാര ആകുമ്പോൾ ഷുഗർ പേഷ്യൻസിന് ഒട്ടും കഴിക്കാൻ പറ്റില്ല. ശർക്കരയാണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചെങ്കിലും കഴിക്കാമല്ലോ. മാത്രമല്ല നമ്മൾ അരിപ്പൊടിയല്ല യൂസ് ചെയ്യുന്നത്, ഗോതമ്പ് പൊടിയാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരം ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അതോടൊപ്പം ഒരു കട്ടൻ ചായയും കൂടെ ആയാലോ, കലക്കിയല്ലേ. ഗോതമ്പ് പൊടിയും ശർക്കര ആയതുകൊണ്ട് തന്നെ ഹെൽത്തിയുമാണ്. അളവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.